മഴത്തോര് മുംബൈയിൽ നമ്മുടെ സ്റ്റാൻലി അലീനയുടെ മുൻപിൽ കീഴടങ്ങുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. സ്റ്റാൻലിയാണെങ്കിൽ വലിയ രീതിയിൽ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തു തന്നെയാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. വലിയ കമാൻഡും വലിയ ഉത്തരവാദിത്വവും ഒക്കെ നമ്മുടെ സ്റ്റാൻലിയുടെ തലയിലുണ്ട് എന്നുള്ളൊരു ചിന്ത സ്റ്റാലിനുണ്ടല്ലോ. ആ ചിന്തയെല്ലാം അലീന പൊളിച്ചെടുക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് സ്റ്റാലിയാണെങ്കിൽ അഹങ്കാരത്തോടെ പറയുകയാണ്, എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം താൻ നട്ട റബ്ബർ മരങ്ങളാണ് എന്ന് നമ്മുടെ സ്റ്റാൻലി പറയുമ്പോൾ അലീന സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, പപ്പയല്ലല്ലോ നട്ടത്, ഇതെല്ലാം നട്ടത് കൂലിക്കാരല്ലേ, ജോലിക്കാരല്ലേ, പണിക്കാരല്ലേ എന്ന് തിരിച്ച് ചോദിക്കുന്ന സമയം സ്റ്റാൻലി ആകെ പെട്ടുപോകുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ സ്റ്റാൻലിയാണെങ്കിൽ പറയുകയാണ്, മോളെ നിനക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത്, ഞാൻ പറയുന്നത് എന്താ നിനക്ക് തിരിയാത്തത് എന്ന് ചോദിക്കുന്നു. പപ്പ പറയുന്നത് തെറ്റ് തന്നെയാണ്, പപ്പ പൈസ ചിലവാക്കിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇത് നട്ടതൊരിക്കലും പപ്പയല്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം നമ്മുടെ അലീനയാണെങ്കിൽ റബ്ബർ മരങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നു. തുടർന്നാണെങ്കിൽ അലീനയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ കൂടെയൊക്കെ നടക്കുന്ന സമയം സ്റ്റാൻലിയുടെ അപ്പനോട് പറയാ, അവൾക്കെന്തോ ബോധക്കുറവുണ്ടെന്നാണ് തോന്നുന്നത്, ഞാൻ പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇതേ സമയമാണെങ്കിൽ മോനെ സ്റ്റാൻലി, എന്താണെന്ന് വെച്ചാലേ നിനക്കാണ് ബോധക്കുറവ്, അവൾക്ക് ബുദ്ധി കൂടുതലാണ് എന്ന് പറയുന്നു. നീ പൈസ ചിലവാക്കിയത് കൊണ്ടാണ് നിനക്ക് റബ്ബർ മരങ്ങൾ വയ്ക്കാൻ കഴിഞ്ഞത്, അല്ലാതെ നിൻ്റെ കൈകൊണ്ട് വെച്ചതല്ല. നിൻ്റെ കൈകൊണ്ട് വയ്ക്കുന്നതും പണം ചിലവാക്കി ജോലിക്കാരെ കൊണ്ട് വയ്ക്കുന്നതും രണ്ടാണ് എന്നാണ് അവൾ ഉദ്ദേശിച്ചതെന്ന് നമ്മുടെ ഔതക്കുട്ടി സ്റ്റാലിനോട് അഥവാ ലാലിച്ചനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് അവൾ വ്യക്തമാക്കിയതെന്ന് പറയുന്നു. നിനക്കിനി എന്തായാലും അധികമൊന്നും അവളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനോ ബിൽഡപ്പ് ഇടാനോ കഴിയില്ല. അവൾ ചിന്നമ്മ തന്നെയാടാ, നിന്നെ അവൾ വരച്ച വരയിൽ നിർത്തുമെന്നുള്ളത് അത് സത്യം തന്നെയാണ് എന്ന് നമ്മുടെ ഔതക്കുട്ടി ഒന്നുകൂടി സ്റ്റാലിനോട് പറയുകയാണ്. ഇതേ സമയം സ്റ്റാലിയാണെങ്കിൽ അവിടെ ജോലിക്കാരോട്, പണിക്കാരോട് നല്ല രീതിയിൽ തന്നെ ദേഷ്യപ്പെടുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ഇവിടെ മുത്തശ്ശനാണെങ്കിൽ അലീനയോട് പറയുന്നുണ്ട്, ഒരിക്കലും താഴ്ന്നു കൊടുക്കരുത്, നീ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയണമെന്ന് പറയാണ്. അങ്ങനെ കുറേ ജോലിക്കാർക്ക് മുൻപിൽ നമ്മുടെ സ്റ്റാൻലിയാണെങ്കിൽ അലീന തൻ്റെ മകളാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും മുൻപിൽ പരിചയപ്പെടുത്തുന്നൊരു കാഴ്ചയും കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയ്ക്ക് അതൊരു വലിയ അംഗീകാരവും വലിയൊരു സന്തോഷവും നൽകുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതുകൊണ്ട് തന്നെ അലീനയാണെങ്കിൽ വളരെയധികം സന്തോഷത്തിലുമാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം പോരുന്ന വഴി അവർ വളരെയധികം സന്തോഷമാകുന്നുണ്ട്. പോകുന്നതും സന്തോഷത്തിൽ, വരുന്നതും സന്തോഷത്തിൽ എന്ന് കാണാനായിട്ട് സാധിക്കും. അലീനയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അലീനയാണെങ്കിൽ മനസ്സ് നിറയെ സന്തോഷം കൊണ്ട് വയ്ക്കുന്നുണ്ട്. പപ്പ അവൾക്ക് അത്ര നല്ല ഓർമ്മ കൊടുക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അത് നല്ല ഓർമ്മയായതുകൊണ്ട് തന്നെ അലീന പപ്പയോട് നന്ദി പറയുകയാണ്. തനിക്ക് സ്നേഹം തന്നതിന്,
തന്നെ അംഗീകരിച്ചതിന് എല്ലാത്തിനും ചേർത്ത് നന്ദി പറയുന്നതും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ്.